സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവല്ലിക്ക് സ്വാഗതം. പിണറായി വിജയൻ പെടാൻ പോകുന്നു. പിണറായി വിജയൻ അവസാനിക്കാൻ പോകുന്നു. രാഷ്ട്രീയത്തിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലാതെയാവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേയധികം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. എന്താണ് കാരണം? ED റെയ്ഡിനെ പറ്റി നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നതെന്ന് പറയാൻ പറ്റില്ല, വീടുകളിൽ നടന്നതെന്ന് നമ്മൾ വേണമെങ്കിൽ പറയണം. അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വീട്ടിലും വാടക വീട്ടിലും മരുമകൻ്റെ വീട്ടിലുമൊക്കെ നടന്ന ED നാടകം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ED നാടകത്തിന് പിന്നാലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൻ്റെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്തിനാണ്? മടിയിൽ കനമില്ലാത്ത പിണറായി വിജയൻ എന്തിനാണ് വഴിയിൽ ഭയക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ മാധ്യമ പാപ്പരാസികൾ മെഴുകിയത്. PR മാധ്യമ പാപ്പരാസികളെന്ന് തന്നെ നമുക്ക് അവരെ പേരെടുത്ത് വിളിക്കാം. അപ്പോൾ ഇവരൊക്കെ മെഴുകിയത് പിണറായി വിജയനെ പേടിയാണ്, പിണറായി വിജയൻ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്, ഈ മടിയിൽ കനമില്ലാത്ത പിണറായി വിജയൻ എന്തിനാണ് ഇത്ര ഭയക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലൊക്കെ ആയിരുന്നു. ആരാണ് ഈ മെഴുകുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചുമ്മാതെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. എന്താണ്, സുഖമാണോ, അല്ലെ ചോറ് കഴിച്ചോ എന്ന് അറിയാനായിട്ട് വിളിച്ചതായിരിക്കും ഒരു പക്ഷേ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ട്രെയിൻ തടഞ്ഞ ടീംസാണ് ഇന്ന് വന്നുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ EDയുടെ വാഹനങ്ങൾ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വസ്തുത എന്താണെന്നോ, എന്തുകൊണ്ടാണ് അണികൾ അവരെ ഈ പിണറായി വിജയനോട് ഇഷ്ടമുള്ള ആളുകൾ ആ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിച്ചതെന്നോ ഒന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ വിടുവായത്തരം പറയാൻ വേണ്ടിയിട്ടും, അല്ലെ വിടുവായത്തരം അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും മാധ്യമങ്ങളും മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറയാനായിട്ട് കുറച്ച് മണ്ടന്മാരുമൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിണറായി വിജയനെ എങ്ങനെയും ഇല്ലാതെയാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി VD സതീശൻ സംഘികളോടൊപ്പം ചേർന്നുകൊണ്ട് കളിച്ചൊരു കളിയാണിതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പറയുമ്പം നമ്മൾ എടുത്തു പറയുന്ന കാര്യം പിണറായി വിജയനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആ ഒരു പാർട്ടി ഈ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന വികസനങ്ങളാണ്. ആ വികസനങ്ങൾ അത്രയും ഉണ്ടാക്കിയിട്ടും ജനങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മെഴുകുന്നുമുണ്ട്. നമ്മളും പറഞ്ഞതാണ് ജനങ്ങൾ നന്ദി കെട്ടവരാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഒരുപാട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സംഘികളുടെ ഇടങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച് വിട്ടില്ല ഇത്രയും വികസനം ചെയ്തിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്നത് കാണുമ്പോൾ അവിടെ എന്തോ ഒരു ഉടായ്പ് എനിക്കിങ്ങനെ മണക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു, ഒരു ഉടായ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആക്കവും വീക്കവും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അതായത് പിണറായി വിജയനെ ജനങ്ങൾ തന്നെയാണ് തോൽപ്പിച്ചതെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ശ്രമം. എന്നാൽ പിണറായി വിജയനെ തോൽപ്പിച്ചതിൽ ജനങ്ങളുടെ പങ്ക് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30% എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 70%വും EVM തട്ടിപ്പ് തന്നെയാണ്. കുറേ ലീഗിൻ്റെ ഈ വോട്ടുമൊക്കെ ഉണ്ട് കേട്ടോ. ലീഗിൻ്റെ വോട്ടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ലീഗ് പോലും ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്, വലിയ ധർമ്മസങ്കടത്തിലാണ്. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഏതൊരാൾക്കും ജാതി മത ഭേദമന്യേ അയാളുടെ മുന്നിലേക്ക് പോകാനും എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും അതിന് പ്രശ്നപരിഹാരം കാണാനായിട്ട് പിണറായി വിജയൻ അടങ്ങുന്ന അവരുടെ ഒരു മന്ത്രിസഭയിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമായിരുന്നു. അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും മന്ത്രിസഭയിലും അവർക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ള അല്ലെ മന്ത്രിമാരാക്കാനായിട്ട് ഒരു ഒരു താല്പര്യം കാണിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു പിണറായി വിജയൻ. ഹിന്ദുത്വവാദികൾ അഥവാ RSS, അതുമല്ലെങ്കിൽ സംഘിപുത്രന്മാർ, ഈ ഒരു സംഘിപുത്രന്മാർക്കും കേരളത്തിൽ വന്നുകൊണ്ട് മെഴുകാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒരുക്കി കൊടുക്കാത്ത നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വവാദികൾ 2 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത്. എന്തിനാണ്? പിണറായി വിജയൻ്റെ തല കൊയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? പിണറായി വിജയൻ്റെ തല പോയിട്ട് പിണറായി വിജയൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു രോമത്തിൻ്റെ അറ്റം മുറിക്കാനെങ്കിലും ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒരു കോപ്പ് സാധിച്ചിട്ടില്ല. കാരണം അയാളുടെ ഗട്ട്സ് അത്രത്തോളമായിരുന്നു. എല്ലാ തവണയും നാഴികയ്ക്ക് 40 വട്ടവും ഈ പറയുന്ന വെള്ളം കുടിക്കുന്നത് പോലെ അല്ല ഉമിനീര് ഇറക്കുന്നത് പോലെ വാക്കാണ് പ്രധാനം, വാക്കല്ലേ വലുത്, വാക്കിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ സതീശൻ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒന്നും പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. അയാൾ എന്തൊക്കെ പറയുന്നുണ്ടോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി അയാൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുകയില്ല, പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു സാരം. അപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വന്നതിൻ്റെ അന്ന് തന്നെ നമ്മുടെ പൂഞ്ഞാറ്റിലെ PC ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ മകനുണ്ടല്ലോ, അവൻ വന്നിട്ട് രംഗത്തേക്ക് വന്നിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ ഇവിടെ നിന്ന് പണം എടുത്ത് രാജ്യാന്തര ഇടപാടുകൾ നടത്തി, അല്ലെ രാജ്യത്തിന് പുറത്തേക്ക് കടത്തി. ഇവൻ്റെ അച്ഛൻ അങ്ങ് പൂഞ്ഞാറ്റിലെ PC ജോർജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എടാ മോനെ, പിണറായി വിജയൻ കാശ് എടുത്ത് വീണ ജോർജിൻ്റെ വണ്ടിയിൽ കയറിക്കൊണ്ട് പോയി അങ്ങ് പോർബന്തറിലും അങ്ങ് ഗുജറാത്തിലും അങ്ങ് അതിൻ്റെ അപ്പുറമൊക്കെ കൊണ്ട് കടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കാണും. എന്ന് പറഞ്ഞ് അത് കേട്ടതുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ വലിയ ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷോൺ ജോർജ് മെഴുകിയത്. വെറുതെ അല്ല നിന്റെ അച്ഛനെയും അല്ലെ നിന്റെ തന്തയും ഈ ജനങ്ങൾ വീട്ടിലിരുത്തിയത്. ഈ രീതിയിലുള്ള വർഗീയതയും കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പിണറായി വിജയനെ അങ്ങ് മൂക്കിൽ കൂടി കയറ്റി അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചോടാ നീയൊക്കെ. എന്താണ് ഉണ്ടായത്? അവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്ന ED
ആ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് നീ കണ്ടില്ലേ? ഒന്നുമില്ല. അതായത് ആ കൈകൾ ശുദ്ധമാണ്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തൊരു സാധനം എഴുതി കൊടുത്തിട്ടാണ് പോയത്. വീണ വിജയന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അയാളുടെ മകളാണ് എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ആ ഒരു പ്രശ്നം ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പിണറായി വിജയനും അയാളുടെ കുടുംബവും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലുള്ള ആളുകളെല്ലാം മുന്നിലേക്ക് നിന്നത്. പിന്നെ പിണറായി വിജയന്റെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈട് കണ്ടുപിടിക്കും. അത് PC ജോർജിന്റെ മകൻ കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളൊരു കാര്യം ഞാനിവിടെ എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണ് PC ജോർജിനും PC ജോർജിന്റെ മകനുമൊക്കെ പിണറായി വിജയനോട് ഇത്രയധികം ദേഷ്യം? ഈ PC ജോർജിന്റെ വർഗീയത അല്ലെ PC ജോർജിന്റെ മകന്റെ വർഗീയത ഇത് രണ്ടും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നെഞ്ചും വിരിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനോട് ഇവന്മാർക്കൊക്കെ ദേഷ്യം. PC ജോർജ് ഏത് പാർട്ടിയാണ്? BJP ആണ്. കഴിഞ്ഞു, ശുഭം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. BJP യിൽ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള വർഗീയതയും ജാതീയതയും എത്രത്തോളമൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിണറായി വിജയനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരെയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ മാറ്റി നിർത്തിയത്. അപ്പം ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: CMRL എക്സാലോജിക് കേസ്, വീണ ഇടനിലക്കാരി മാത്രം, യഥാർത്ഥ പ്രതി പിണറായി വിജയൻ. അച്ഛനിട്ട് കിട്ടിയ പണിക്ക് മകൻ പകരം ചോദിക്കാനായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വിഷയങ്ങൾ ഉണ്ടായ അന്ന് തൊട്ട് ഈ ഷോൺ ജോർജ് കിടന്ന് മെഴുകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവന് ശരിക്കും ഒരു ഉറക്കമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് പൂഞ്ഞാറ്റിലെ PC സാറേ, മോനെ പിടിച്ചൊന്ന് നല്ല രീതിയിലൊന്ന് ഷോക്ക് അടിപ്പിച്ചൊന്ന് ഉറക്കാൻ നോക്ക്. മോൻ എന്തൊക്കെയോ കിടന്ന് ഇങ്ങനെ വിടുവായത്രം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണറായി അങ്ങ് തീർന്നെന്നോ, പിണറായി അങ്ങ് അറസ്റ്റ് ചെയ്തെന്നോ, പിണറായി അങ്ങ് തിന്നു കളഞ്ഞെന്നോ എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എടാ മോനെ, നിന്റെ അങ്ങ് തലമൂത്തപ്പന്മാർ പണ്ടേ വിചാരിച്ചതാണ് പിണറായിയെ തീർക്കാനായിട്ട്. അന്നൊന്നും പിണറായി വിജയനെ തൊടാൻ പോയിട്ട് പിണറായി വിജയന്റെ നിഴലിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല ഒരു സംഖ്യപുത്രന്മാർക്കും അല്ല ഒരു വർഗീയവാദികൾക്കും. എന്നിട്ട് നീ വന്നിട്ട് പറയാണ് പിണറായി വിജയനെ അങ്ങ് വിഴുങ്ങിക്കളയും എന്നുള്ളത്. ആ ED അല്ലേ അന്വേഷിക്കേണ്ടത്? ED-യേക്കാൾ മുകളിലാണോ പൂഞ്ഞാറ്റിലെ തോറ്റുപോയ PC ജോർജിന്റെ മകൻ, തോറ്റുപോയ മകൻ, തോറ്റുപോയ അച്ഛൻ്റെ തോറ്റുപോയ മകൻ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. എന്തോ ഇങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഷോൺ ജോർജ്. അപ്പം ഷോണിന് മെഴുകാനുള്ള ഒരു കാര്യം വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ടല്ലോ. ഇന്നിപ്പം വീണ ജോർജിനെതിരെ സമൻസ് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതും എവിടെ വരെ പോകുന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ചെയ്യാനുള്ളതൊക്കെ അവരിങ്ങ് ചെയ്യട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി അല്ല അങ്ങനെ ചിന്താഗതിയിലാണ് പിണറായി വിജയൻ സംഘമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഷോണിൻ്റെ ഒരു മെഴുകൽ കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ. എന്തായാലും അതും കാണണം. കണ്ടിട്ട് നമുക്ക് ബാക്കി വീട്ടിലേക്ക് വരാം. വീണയ്ക്ക് CMRL കമ്പനിയിൽ നല്ലാതെ മറ്റെവിടെ ഒന്നും വരുമാനം ഉണ്ടായിട്ടില്ല. ഇൻകം ടാക്സ് കമ്പനിയുടെ ഇൻകം ടാക്സിന്റെ റെയ്ഡിന് ശേഷവും വീണ 10 ലക്ഷം രൂപ അവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? അപ്പോ ഇതിനൊന്നും പിണറായി വിജയന് പങ്കില്ല എന്ന് പറഞ്ഞാൽ, ഇത് പിണറായി വിജയന് വേണ്ടി അല്ല CMRL കമ്പനി കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാനില്ല. എനിക്ക് അത് സ്വാഭാവിക സംശയമാണ്. എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് പൈസ കൊടുക്കുന്നത് ഇതിനല്ലാതെ എന്ന് സംശയത്തിനപ്പുറം ഷോൺ ഈ പറയുന്ന മാത്യു കൊഴുനാടൻ മുട്ടിന് വാർത്താ സമ്മേളനം വിളിച്ച് ധാരേഖ എന്ന് പറഞ്ഞിട്ട് വിജിലൻസിന് കോടതി കൊണ്ട് കൊടുത്തു. അവിടെ തള്ളി, ഹൈക്കോടതി പോയി, അവിടെ തള്ളി, സുപ്രീം കോടതി വരെ പോയി. ഈ രേഖ വെച്ചോണ്ട് എന്താണ് രേഖ? ഈ പറയുന്ന ആരോപണത്തിന് എക്സെപ്ഷൻ ആണ് ആ രേഖ. താങ്കൾ ഈ പറയുന്ന ആരോപണങ്ങൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പണം കൊണ്ട് CMRL അനധികൃതമായി എന്തൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തു പിണറായി. സുപ്രീം കോടതി തോട്ടിക്കളഞ്ഞു ആ രേഖ. പിന്നെ നമ്മുടെ താങ്കൾ എല്ലാവരുടെയും സംശയം അവിടെ നിൽക്കട്ടെ, പക്ഷെ കോടതിയിൽ തെളിയിക്കണമെങ്കിൽ രേഖ അത് കോടതിയിൽ തെളിയിക്കാനുള്ള എല്ലാ രേഖകളും SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. സെക്ഷൻ 447 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരമുള്ള. ആഹാ, ഷോൺ ജോർജ് പറയുകയാണ് അവർക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ രേഖകളും ആ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടെന്നുള്ളത്. ആര് കൊടുത്തിരിക്കുന്ന? നമ്മൾ കൊടുത്തിരിക്കുന്ന. അറിയാതെ വായിൽ നിന്ന് വീണു പോവുകയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡേറ്റയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിണറായി വിജയനെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ ഡേറ്റയിൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് വീണ്ടും മനസ്സിലാവുകയാണ് കേട്ടോ, സംഘികളും കൊങ്ങികളും കൂടിയുള്ള സക്കൊങ്ങി കളിയാണെന്നുള്ളത്. ബാക്കി കണ്ടുപോകാം. വീണയുടെ കമ്പനി ചെയ്തിട്ടുണ്ട്. അവിടെ PMLA ആക്ട് പ്രകാരം മണി ലോണ്ടറിംഗ് ഉണ്ടായിട്ടുണ്ട്. ഈ മണി ലോണ്ടറിംഗ് എന്തിനുണ്ടായി? അത് ഇനിയും ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഈ വിഷയത്തിൽ പ്രതി ആരാണ്? വീണ മാത്രമാണ്. അത് പിണറായി വിജയനിലേക്ക് എത്തണമെങ്കിൽ ഞാൻ തന്നെ കേരള ഹൈക്കോടതിയിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ടുള്ള റിട്ട് അവിടെ പരിഗണനയിലാണ്. ഈ വിഷയത്തിൽ പിണറായി വിജയൻ മാത്രമല്ലല്ലോ, PV, IK, RC അങ്ങനെ കുറെ പേരുകളുണ്ട്. അതെല്ലാം രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാകാം. അപ്പോ അത്തരം ആളുകളിലേക്കും അത്തരം ആളുകൾ വഴി കേരളത്തിന്റെ തീരദേശം കൊള്ള ചെയ്യാൻ ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് അത് ഇനി അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പിണറായി വിജയനിലേക്കാണ് ഇത് പോകേണ്ടത്, പിണറായിയാണ് ഇതിന്റെ പുറകിൽ എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അതിനകത്ത് ഒരു ഞാൻ ഒരു അക്ഷരം അത് ഒരു തരത്തിൽ ഞാൻ പിൻവാങ്ങാൻ
അവകാശിക്കുന്നില്ല. അതുപോലെ തന്നെ CBI എൻക്വയറി എന്തിനു വേണ്ടി ഈ പണം വാങ്ങിയെന്നൊരു ചോദ്യം. നമ്മളെല്ലാം കുറെ ദിവസമായിട്ട് സേവനം ചെയ്യാതെ പണം വാങ്ങിയെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സേവനം പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അഴിമതി, ഒരു വ്യക്തി മറ്റൊരാൾക്ക് പണം നൽകുന്നു, ആ പണം നൽകുന്നത് ചുമ്മാ നൽകില്ല, അതിനൊരു പ്രതിഫലം ഉണ്ടാവും, അതിനൊരു ഒത്താശ ഉണ്ടാവും. ആ ഒത്താശ എന്തു ചെയ്തു എന്നുള്ളത് പൊതുസമൂഹം ഇനിയും അറിയേണ്ട വിഷയമാണ്. ആ വിഷയം അത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് തെളിയിച്ച് കാണിക്കുക ഷോൺ ജോർജെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെന്നോ വലതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെന്നോ BJPയെ സ്നേഹിക്കുന്നവരെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ആ അച്ഛന് പറഞ്ഞ പൂഞ്ഞാറ്റിലെ PC ജോർജിൻ്റെ മകനാണ് നീയെങ്കിൽ ഒന്ന് തെളിയിച്ച് കാണിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ ഫണ്ട് മേടിച്ചതെന്നും പിണറായി വിജയൻ്റെ മകൾ ഇതിനകത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അവരുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് രേഖകളൊക്കെ നീ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കി പറയാമെന്നേ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ രാവിലെ പല്ലും തേച്ച് അങ്ങോട്ട് ഇറങ്ങരുത്, വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പിണറായിസത്തിനെതിരെ അല്ലെ പിണറായിക്കെതിരെ വർഗീയത പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. വളരെ വൃത്തികെട്ട പരിപാടിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിൻ്റെ ഈ വൃത്തികെട്ട പരിപാടികൾക്കെല്ലാം ഉള്ളൊരു മറുപടി ഉടനെ പിണറായി വിജയനും സംഘവും തന്നെ വന്ന് തരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നിൻ്റെയൊക്കെ ഈ മെഴുകലുകൾ എവിടെ വരെ പോകുന്നൊക്കെ ഒന്ന് കാണാം. എന്തായാലും പിണറായി വിജയനെതിരെയോ മക്കൾക്കെതിരെയോ ഒന്നും പ്രഥമ ദൃഷ്ട്യാ ഇതുവരെയും കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വെറുതെ ഒന്നും ഈ പറയുന്ന പരിപാടിക്ക് ഇറങ്ങി തിരികത്തില്ലല്ലോ. എന്തോ കണ്ടിട്ട് തന്നെയാണ് അവർ ഇറങ്ങിയത്. പക്ഷെ അവർ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ആരൊക്കെ മെഴുകിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുതയാണ് നമ്മൾ കാണുന്നത്. മെഴുകുന്നവർ മെഴുകട്ടെ. മറുപടിയുമായിട്ട് പിണറായി വിജയനും സംഘവും ഉടനെ എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ വലിയ സന്തോഷവും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഇവന്മാർക്ക് വലിയ വിഷമവും തുടങ്ങിയതാണ്. അതിൻ്റെ വിഷമത്തിൻ്റെ നേർക്കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്യാനായിട്ട് കൂട്ടുന്നെന്ന് പറഞ്ഞാലും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.